ഇപ്പോൾ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മാർപ്പാപ്പയെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിക്കുകയാണ്. കേൾക്കാം. ലഭിച്ച നാളുകളായിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ആശുപത്രിവാസം. പക്ഷേ അതിൽ നിന്നെല്ലാം അത്ഭുതകരമായിട്ട് ഒരു അഭയാർത്ഥിയുടെ അതിജീവന പാടവത്തോടെ അദ്ദേഹം തിരികെ വന്നു. ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. അദ്ദേഹം വരികയും പൊതുപരിപാടികളിലെല്ലാം പങ്കെടുക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം തിരികെ വരുന്നു എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയായിരുന്നു നമുക്കെല്ലാവർക്കും. ഇന്നലെ ഊർബി എന്ന ലോകത്തിന് മുഴുവൻ വേണ്ടിയിട്ടുള്ള മാർപ്പാപ്പയുടെ പതിവ് ആശീർവാദം നൽകി ഇന്ന് രാവിലെ അദ്ദേഹം വളരെ ശാന്തമായിട്ട് കടന്നു പോവുകയാണ്. പരിശുദ്ധ പിതാവിനെ 4 പ്രാവശ്യം നേരിട്ട് കാണാനായിട്ട് എനിക്ക് അനുഗ്രഹം ലഭിച്ചു. അത് ആദ്യത്തേത് പുതിയ മെത്രാന്മാരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് 2017 വത്തിക്കാനിൽ ചെന്നപ്പോഴായിരുന്നു. അദ്ദേഹം വളരെ കാര്യമായിട്ട് ഞങ്ങളെല്ലാവരെയും സ്വീകരിക്കുകയും നല്ല ഉപദേശങ്ങളൊക്കെ പറഞ്ഞ് പുതിയ മെത്രാന്മാരെ പുതിയ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കിയത് ഞാൻ ഓർക്കുകയാണ്. രണ്ടാമത്തേത് ആദിലീമിന സമ്മേളനത്തിനായിട്ട് സീറോ മലബാർ സഭയിലെ പിതാക്കന്മാരുടെ കൂടെ റോമിൽ ചെന്നപ്പോഴായിരുന്നു. അന്ന് എല്ലാവരും വ്യക്തിപരമായിട്ട് പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ റോമിൽ സൈക്കോളജി ഡോക്ടറേറ്റ് ചെയ്തതാണ്, പഠിച്ചതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, തമാശയായിട്ട് ചോദിച്ചു, മനസ്സ് വായിച്ചെടുക്കാനുള്ള കഴിവ് കൂടി പഠിച്ചെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അതോടൊപ്പം അന്ന് വരെയുള്ള എല്ലാ പതിവുകളും തെറ്റിച്ചുകൊണ്ട് മെത്രാന്മാരുടെ 5 വർഷത്തിലൊരിക്കലുള്ള സന്ദർശനം അദ്ദേഹം ഒരു ഹൃദ്യമായ സദസ്സാക്കി മാറ്റി. ഓരോരുത്തരെ കണ്ട് ഗൗരവമായിട്ട് സംസാരിക്കുന്നതിന് പകരം ഞങ്ങളെല്ലാവരെയും 50ഓളം മെത്രാന്മാരെ അദ്ദേഹം വട്ടത്തിലിരുത്തി നടുക്ക് വന്നിരുന്ന് 2-2.5 മണിക്കൂറോളം ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യുകയായിരുന്നു. വളരെ ഹൃദ്യമായ ഒരു സംഭാഷണ രീതിയായിരുന്നു പരിശുദ്ധ പിതാവിൻ്റേത്. പിന്നീട് അദ്ദേഹത്തെ കാണാൻ അനുഗ്രഹം ലഭിച്ചത് 2023 ഓഗസ്റ്റിൽ വേൾഡ് യൂത്ത് ഡേക്ക് ലിസ്ബണിൽ ചെന്നപ്പോഴാണ്, പോർച്ചുഗലിലെ ലിസ്ബണിൽ. അവിടെ അന്ന് നമ്മുടെ കർദിനാൾ ജോർജ് കൂവക്കാട്ട് പിതാവ്, അദ്ദേഹം മോൺസിഞ്ഞോർ ആയിരിക്കുന്ന സമയത്ത് പരിശുദ്ധ പിതാവിൻ്റെ വിദേശ യാത്രകളുടെ ചുമതലക്കാരനായിരുന്നു. ഞങ്ങളെല്ലാം ഒരു രൂപതക്കാരായതുകൊണ്ട് എനിക്കൊരു ദൈവാനുഗ്രഹം കിട്ടി. കൂവക്കാട്ട് പിതാവ് എനിക്ക് പരിശുദ്ധ പിതാവുമായിട്ടൊരു പേഴ്സണൽ ഓഡിയൻസ് ശരിയാക്കി തന്നു. അന്ന് അവിടെ ചെന്ന് വളരെ പെട്ടെന്നാണെങ്കിലും പിതാവിനെ ഒന്ന് കണ്ട് അനുഗ്രഹം മേടിച്ചത് ഓർക്കുന്നു. ലിസ്ബണിൽ ചെന്നപ്പോൾ കണ്ട ഒരു വിസ്മയം, അവിടെ തിങ്കളാഴ്ച ദിവസം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നു. 7-8 ലക്ഷം ചെറുപ്പക്കാരാണ് അന്ന് ആ പട്ടണത്തിലേക്ക് കടന്നു വന്നത്. പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണെന്നാണ് എൻ്റെ ഓർമ്മ, പരിശുദ്ധ പിതാവ് പട്ടണത്തിലെത്തി. ബുധനാഴ്ച മുതലുള്ള എല്ലാ സമ്മേളനങ്ങളിലും വൈകുന്നേരങ്ങളിലെ സമ്മേളനങ്ങളിൽ പരിശുദ്ധ പിതാവ് പങ്കെടുക്കും. അദ്ദേഹത്തെ കാണാൻ 15 ലക്ഷത്തോളം ചെറുപ്പക്കാരാണ് അന്ന് ലിസ്ബണിലേക്ക് ഒഴുകിയെത്തിയത്. അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്റ്റേഡിയങ്ങളൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് വലിയൊരു കടപ്പുറത്താണ് സമാപന ദിവസത്തെ കുർബാനയും അതുപോലെ ജാഗരണ പ്രാർത്ഥനയും എല്ലാം സംഘടിപ്പിച്ചത്. ആ സമ്മേളനത്തിലുടനീളം പരിശുദ്ധ പിതാവ് പറയുകയും ചെറുപ്പക്കാരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തൊരു കാര്യം, ഈശോ മിശിഹ എല്ലാവരുടേതുമാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നതായിരുന്നു. അതുതന്നെയായിരുന്നു പരിശുദ്ധ പിതാവിൻ്റെ ദർശനത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം എല്ലാവർക്കും വേണ്ടിയുള്ള സഭയെ സ്വപ്നം കണ്ടു. സഭയെന്ന് പറയുന്നത് ഒരു വിശുദ്ധരുടെ മ്യൂസിയമല്ല, രോഗികളുടെ ആതുരാലയമാണ്, ഒരു ഫീൽഡ് ഹോസ്പിറ്റൽ അതാണ് എന്ന് അദ്ദേഹം പറയുക ആവർത്തിച്ച് നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ആരെയും മാറ്റി നിർത്തരുത്. അതുകൊണ്ടാണ് അഭയാർത്ഥികളെ സ്വീകരിക്കാനായിട്ട് ഒരു വൈമുഖ്യവും കാട്ടരുതെന്ന് പറയുകയും അതിന് മാതൃക കാട്ടിക്കൊടുക്കുകയും ചെയ്തത്. ഈ കഴിഞ്ഞ പെസഹ വ്യാഴാഴ്ച നമ്മളെല്ലാവരും കണ്ടു, വളരെ ക്ഷീണിതനാണെങ്കിലും പരിശുദ്ധ പിതാവ് മുടക്കാഞ്ഞ പരിപാടി ജയിലിലെ സന്ദർശനമാണ്. ജയിലിൽ അവിടെ ചെന്ന് ജയിൽ പുള്ളികളെല്ലാം കണ്ട് പ്രാർത്ഥിച്ച പരിശുദ്ധ പിതാവിൻ്റെ കൺസേൺ മുഴുവൻ ഈ അരികുകളിലുള്ളവർ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്കായിരുന്നു. അരികുകളിലുള്ളവരിലേക്ക് പോകണം. അത് നിരന്തരമായിട്ട് സഭയോട് ആവശ്യപ്പെട്ടു. അങ്ങനെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളെയും പരിശുദ്ധ പിതാവ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ലോകമെമ്പാടും അദ്ദേഹം വിമർശിക്കപ്പെട്ടു. അഭയാർത്ഥികളെ അഭയാർത്ഥികളാക്കുന്ന സാമൂഹിക സംവിധാനത്തെ എന്തുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് വിമർശിക്കാത്തത്? അഭയാർത്ഥികൾ വന്ന ഉടനെ അവരെ അങ്ങ് സ്വീകരിച്ചോണം എന്ന് പറയുന്നതിനകത്ത് ഒരു അനീതിയില്ലേ എന്നൊക്കെയുള്ളൊരു ചോദ്യമുണ്ടായി. പക്ഷേ പരിശുദ്ധ പിതാവിൻ്റെ നിലപാട് വ്യക്തമായിരുന്നു. ക്രിസ്ത്യാനിയാണെങ്കിൽ
അഭയാർത്ഥിയെ സ്വീകരിച്ചേ പറ്റൂ. അത് നമ്മളതിൻ്റെ ആ ഉത്ഭവം ഒന്നും നോക്കി പോകണ്ട. ആരുമില്ലാത്തവന് അഭയം കൊടുക്കാൻ ക്രിസ്ത്യാനി സന്നദ്ധനാവണം, അല്ലെങ്കിൽ അവൻ ക്രിസ്ത്യാനിയല്ല. അതായിരുന്നു പരിശുദ്ധ പിതാവിൻ്റെ വിമർശനങ്ങൾക്കുള്ള മറുപടി. അദ്ദേഹം ഒരു 100% ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും മനോഹരമായ മാതൃക നൽകിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. പരിശുദ്ധ പിതാവിൻ്റെ ആദ്യത്തെ അപ്പസ്തോലിക പ്രബോധനം തന്നെ അതിൻ്റെ പേര് തന്നെ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്നുള്ളതായിരുന്നു. ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്, പരിശുദ്ധ പിതാവിനെ കാണാൻ പോകുമ്പോഴും അദ്ദേഹത്തെ കേൾക്കുമ്പോഴും അദ്ദേഹം ഒരു ആനന്ദത്തിൻ്റെ ഒരു പ്രഭാവലയം എന്നും പ്രസരിപ്പിച്ചിരുന്നു. വലിയ സന്തോഷത്തോടു കൂടി അദ്ദേഹം എല്ലാവരെയും കണ്ടു, എല്ലാവരോടും സംസാരിച്ചു. എഴുതി കൊടുത്ത പ്രസംഗങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ജനക്കൂട്ടങ്ങളോട് ഹൃദയത്തിൽ നിന്ന് സംസാരിച്ച പാപ്പായാണ് ഫ്രാൻസിസ് പാപ്പ. അപ്പോൾ ആ രീതിയിൽ സുവിശേഷം എന്ന് പറയുന്നത് ആനന്ദം നൽകുന്നതാണെന്ന്, ദൈവവിശ്വാസം നിങ്ങളുടെ സന്തോഷം എടുത്തു കളയുന്നതല്ല, മറിച്ച് നിങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്നതാണെന്നെല്ലാം പഠിപ്പിച്ച് കടന്നു പോകുന്ന ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലാണ് മാർപ്പാപ്പയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഓർമ്മകൾ കൂടി പങ്കുവച്ചത്.